ഓണസദ്യയുടെ പ്രധാന ഐറ്റമായ പപ്പടമില്ലാതെ മലയാളിയുടെ തിരുവോണം പൂർണ്ണമാകില്ല അല്ലേ? വിപണിയിൽ മെഷീൻ പപ്പടങ്ങൾ കളം നിറയുമ്പോഴും കൈപുണ്യത്തിന്റെ ആ പഴയ നാടൻ രുചിക്കൂട്ടുകൾ തേടി പിടിക്കുകയാണ് മലയാളികൾ. ഓണക്കാലത്തെ സദ്യവട്ടങ്ങൾക്ക് മാറ്റുകൂട്ടുന്ന പരമ്പരാഗത പപ്പട നിർമ്മാണത്തിന്റെ വിശേഷങ്ങളിലേക്ക് നമുക്കൊന്ന് പോയി തിരികെ വരാം. ഓണസദ്യക്ക് ഒഴിച്ചുകൂടാൻ പറ്റാത്ത ഒരു വിഭവമാണ് പപ്പടം. യന്ത്രവൽകൃത പപ്പടങ്ങൾ വിപണി കീഴടക്കുമ്പോഴും നാടൻ രുചി തേടുകയാണ് മലയാളികൾ. പരമ്പരാഗത പപ്പട നിർമ്മാണത്തിന്റെ വിശേഷങ്ങൾ അറിയാം. ഉത്രാടപ്പാച്ചിലിനും തിരുവോണ നാളുകൾക്ക് മുന്നേ തന്നെ വീടുകളിലും ചെറുകിട യൂണിറ്റുകളിലും നാടൻ പപ്പട നിർമ്മാണം സജീവമായി കഴിഞ്ഞു. മിനിറ്റുകൾക്കകം നൂറുകണക്കിന് പപ്പടങ്ങൾ പുറത്തിറക്കുന്ന ആധുനിക മെഷീനുകളുടെ ബഹളങ്ങൾ ഇവിടെ കാണാനാവില്ല. മറിച്ച് ഉത്തമ ഗുണനിലവാരമുള്ള ഉഴുന്നുമാവും പപ്പടക്കാരവും ചേർത്ത് കൃത്യമായ അളവിൽ കുഴച്ചെടുത്ത് ഓരോരുത്തരുടെയും കൈക്കരുത്തിൽ പരത്തിയെടുക്കുന്ന പരമ്പരാഗത രീതിയാണിത്. തലമുറകളായി കൈമാറി വന്ന കൈത്തഴക്കത്തിന്റെ കരുത്തിലാണ് ഓരോ പപ്പടവും ഇവിടെ രൂപപ്പെടുന്നത്. മാവ് കുഴച്ച് ചെറിയ ഉരുളകളാക്കി പലകയിൽ വെച്ച് കൈകൊണ്ട് പതുക്കെ പരത്തിയെടുക്കുന്ന ഈ പ്രക്രിയയ്ക്ക് വലിയ ഏകാഗ്രതയും ഒപ്പം അധ്വാനവും ആവശ്യമാണ്. യന്ത്രസഹായമില്ലാതെ സ്വാഭാവിക സൂര്യപ്രകാശത്തിന്റെ ചൂടിൽ കൃത്യമായി ഉണക്കിയെടുത്താണ് ഇവ പാക്കറ്റുകളിലാക്കി വിപണിയിൽ എത്തിക്കുന്നത്. എല്ലാ സ്ഥലത്തുനിന്നും ആൾക്കാരെ വിളിച്ച് ഞങ്ങളോട് ചോദിക്കും, ഓർഡറൊക്കെ തരൂ. പിന്നെ കൂടുതൽ അമ്പലങ്ങളിലേക്കാണ് കൂടുതൽ ഓർഡറൊക്കെ കിട്ടുന്നത്. പിന്നെ കല്യാണത്തിന്റെ ഓർഡർ, പിന്നെ വിദേശത്തൊക്കെ ആരെങ്കിലും വന്നിട്ടുണ്ടെങ്കിൽ കൊണ്ടുപോകാനൊക്കെ ഇവിടുന്ന് തന്നെ പപ്പടം വാങ്ങിക്കൊണ്ടാണ്. നാടൻ പപ്പടത്തിനാണ് ഇപ്പോൾ കൂടുതലും ആളുകളുള്ളത്. കാരണം രുചി കൂടുതലുള്ള നാടൻ പപ്പടത്തിനാണ്. അപ്പോൾ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കൈ കൊണ്ടുണ്ടാക്കുന്ന പപ്പടം ഇപ്പോൾ കിട്ടാനില്ല, ഹാൻഡ്മെയ്ഡ് പപ്പടം കിട്ടാനില്ലാത്തതുകൊണ്ട് ഇത് ചോദിച്ച് വാങ്ങിക്കുന്ന ആൾക്കാർ ഒരുപാടുണ്ട്. യന്ത്രവൽകൃത പപ്പടങ്ങളെ അപേക്ഷിച്ച് നാടൻ പപ്പടത്തിന് അല്പം വിലയും അധ്വാനവും കൂടുമെങ്കിലും തിരുവോണനാളിൽ വാഴയിലയിൽ വിളമ്പുന്ന സദ്യയിൽ നെയ്യൊഴിച്ചു പൊരിക്കുന്ന ഇതിന്റെ മണവും ഒരുവും ഒന്ന് വേറെ തന്നെയാണ്. വൻകിട ബ്രാൻഡുകൾ വിപണി കീഴടക്കുമ്പോഴും ഓണസദ്യയുടെ തനിമ ഒട്ടും ചോരാതെ നിലനിർത്താൻ നാടൻ പപ്പടങ്ങൾ തന്നെയാണ് ഇന്ന് ഏറ്റവും മികച്ചത്. യന്ത്രങ്ങൾ എത്രയൊക്കെ വിപണി കീഴടക്കിയാലും മലയാളിയുടെ ഓണസദ്യക്ക് മാറ്റുകൂട്ടാൻ ഈ നാടൻ പപ്പടങ്ങൾക്ക് ഒരു പ്രധാന പങ്കുണ്ട്. കമ്പളക്കാട് നിന്നും ജയരാജ് ബത്തേരി, ന്യൂസ് 18 വയനാട്. കൂടുതൽ വാർത്തകൾക്ക് ന്യൂസ് 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.